Assalaamu alaikum friends, and once again welcome back to Hasna's Henna Hut. ഇപ്പോൾ ടിക്ടോക്കിൽ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രാഫ്റ്റാണിത്. അപ്പോൾ ഈ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ബ്രാഞ്ചും അതുപോലെ ക്യാൻഡിലും മാത്രം മതി. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു ഫ്ലവറാണിത്. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിവിടെ 3 ക്യാൻഡിലാണ് എടുത്തിട്ടുള്ളത്. ഒന്നുകിൽ കളർ ക്യാൻഡിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കളറിന് വേണ്ടിയിട്ട് ഇവിടെ ക്രയോൺ യൂസ് ചെയ്യുക. പിന്നെ ഗ്രീൻ ആക്രിലിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല, ഇതുപോലെ ഈ ബ്രാഞ്ചിൽ തന്നെ നമുക്ക് ആ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്രീൻ കളറ് ഈ ബ്രാഞ്ചസിന് കൊടുക്കുന്നുണ്ട്. പെയിൻറ്റ് ഇല്ലെങ്കിൽ ആരും വിഷമിക്കുമെന്ന് വേണ്ട, ഈ ഒരു ബ്രാഞ്ചിൽ തന്നെ ചെയ്തെടുത്താൽ നല്ല ഭംഗിയാണ്. പക്ഷേ നമുക്ക് വൈറ്റ് ക്യാൻഡിലാവുമ്പോൾ വൈറ്റ് ഫ്ലവറിൽ ആ ഒരു കോൺട്രാസ്റ്റ് ഗ്രീനാണ്, അതുകൊണ്ട് ഞാൻ കൊടുത്തുന്നേ ഉള്ളൂ. ബ്രാഞ്ചസിന് പെയിൻറ്റ് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ക്യാൻഡിൽ ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഡയറക്റ്റ് ഫ്ലെയിമിൽ വെച്ചിട്ട് ക്യാൻഡിൽ മെൽറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലവർ ഉണ്ടാക്കുന്ന സമയത്ത് കൈ ഡിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പൊള്ളിപ്പോകും. അതുകൊണ്ട് താഴെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഈ ക്യാൻഡിൽ മെൽറ്റ് ചെയ്യാനുള്ള പാത്രം വെച്ചിട്ടുള്ളത്. ക്യാൻഡിൽ മെൽറ്റ് ആവുന്ന സമയത്ത് നമുക്ക് കളർ ഫ്ലവറാണ് വേണ്ടതെങ്കിൽ അതിൽ നമുക്കിഷ്ടമുള്ള കളർ ക്രയോൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തണുത്ത വെള്ളം വേണം. ആദ്യം 3-4 ഫിംഗർ ഇതുപോലെ പിടിച്ചതിന് ശേഷം ആദ്യം തണുത്ത വെള്ളത്തിൽ ഡിപ്പ് ചെയ്യാം. അതിനുശേഷം ഈ ക്യാൻഡിൽ മെൽറ്റ് ചെയ്തതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് മെല്ലെ ആ ഒരു ബ്രാഞ്ചിലേക്ക് വെച്ച് കൊടുക്കുക. പതിയെ മാത്രമേ നമ്മുടെ കൈ അതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ക്യാൻഡിൽ മെൽറ്റ് ചെയ്തത് ആ ഒരു നമ്മുടെ ഡബിൾ ബോയിൽ ചെയ്ത ആ ഒരു ചൂടുവെള്ളത്തിൽ തന്നെ കിടന്നോട്ടെ. അപ്പോൾ അത് പുറത്ത് വെക്കുമ്പോൾ അത് പെട്ടെന്ന് സെറ്റായി പോകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ക്യാൻഡിൽ മെൽറ്റ് ചെയ്തത് അത്ര ചൂടൊന്നുമില്ല, കൈ ഡിപ്പ് ചെയ്യാൻ പറ്റുന്ന അത്ര ചൂട് മാത്രമേ ഉള്ളൂ. നമ്മൾ ഡയറക്റ്റ് ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് കൈ ഇതിൽ കുത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ ബോയിലിംഗ് ആണ് നല്ല മെത്തേഡ് എന്ന് പറഞ്ഞത്. വീഡിയോൻ്റെ ലെങ്ത്ത് കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കണ്ട, ഒന്നുമില്ല കാര്യമായിട്ട്. ഞാൻ കുറേ കളേഴ്സ് വെച്ചിട്ട് ചെയ്യുന്നത്, അപ്പോൾ ഓരോ കളേഴ്സും ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ടാണ് വീഡിയോ ഇത്ര ലെങ്ത്തായി പോയത്. വളരെ സിമ്പിളാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കൈ അവിടെ വെച്ചതിന് ശേഷം പതിയെ മാത്രമേ അത് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് വിട്ടുപോകും. കണ്ടില്ലേ, വൈറ്റിന് നല്ല കോൺട്രാസ്റ്റാണ് ഗ്രീന്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക ബ്രാഞ്ചിന്, അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഫസ്റ്റിൽ തന്നെ ഈ ഫ്ലവർ ശരിയായിക്കൊള്ളണമെന്നൊന്നുമില്ല, പിന്നെ അതൊന്ന് റെഡിയായി വന്നോളും. ഫസ്റ്റ് അതായിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കുമെന്ന് വേണ്ട. നല്ല ചൂടുള്ള സമയത്ത് കൈ ഡിപ്പ് ചെയ്തിട്ട് ഈ ഫ്ലവർ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആരും വിഷമിക്കുമെന്നും വേണ്ട. ഓരോ ബ്രാഞ്ചിൽ ഓരോ ഫ്ലവർ വെക്കുന്നതിനേക്കാളും ഭംഗി ഒരു വലിയ ബ്രാഞ്ചിൽ നിറയെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാനും ശ്രദ്ധിക്കുക. ഓരോ ബ്രാഞ്ചിലും മെല്ലെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് മെല്ലെ റിമൂവ് ചെയ്യാം. കണ്ടില്ലേ, ഒരു ബ്രാഞ്ചിൽ തന്നെ കുറേ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ കുറേ കളറ് ഒരുമിച്ച് വെക്കുമ്പോൾ അതിനേക്കാളും ഭംഗിയാണ്. അപ്പോൾ ഞാനിവിടെ 4 കളറാണ് ചെയ്തിട്ടുണ്ടായത്. യെല്ലോവും വൈറ്റും പിന്നെ പിങ്കും ഓറഞ്ചും ആണ് ഞാൻ ചെയ്തിട്ടുണ്ടായത്.
തണുത്ത വെള്ളം എടുക്കുമ്പോൾ നല്ല തണുത്ത വെള്ളം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. നല്ല തണുപ്പുണ്ടായാൽ മാത്രമേ ഇത് ശരിയായിട്ട് കിട്ടിയിട്ടുള്ളൂ. തണുപ്പ് കുറയുമ്പോൾ ഞങ്ങൾക്കിത് വിട്ടു പോകുന്നുണ്ടായിരുന്നു ഇതിൻ്റെ മേലെ നിന്ന്. നല്ല തണുത്ത വെള്ളത്തിൽ കൈ ഡിപ്പ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിങ്ക് ഫ്ലവറിന് ഞാൻ ബ്രാഞ്ചിന് കളറൊന്നും കൊടുത്തിട്ടില്ല. കാരണം അതിന് ആ ഒരു ബ്രൗൺ കളർ നല്ലൊരു കോൺട്രാസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ വൈറ്റിനും യെല്ലോക്കും മാത്രമാണ് ബ്രാഞ്ചസിന് ഗ്രീൻ കളർ കൊടുത്തത്. അപ്പോൾ ബ്രാഞ്ചസ് എടുക്കുമ്പോൾ നല്ല ഇതുപോലെ കുറേ ബ്രാഞ്ചസ് വരുന്ന ആ ഒരു ഇതന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവുന്നത്. ഇന്നത്തെ വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.